ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാബോളി ചെന്ന പക്കോടയാണ്. 100 ഗ്രാം ചെന്ന എടുത്തിട്ടുണ്ട്. ഇത് 10 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, അതിലേക്ക് ആവശ്യമായിട്ട് 1 സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് നോക്കിയിട്ടാൽ മതി ഉപ്പ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുകയാണ്. നമ്മൾ 100 ഗ്രാം ബേസൻ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 50 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിനെ നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ലൂസാവാനും പാടില്ല, നമ്മൾ നല്ല ടൈറ്റായി കുഴച്ച് വെക്കണം. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് ഈ പരുവത്തിലായിരിക്കണം മാവിരിക്കണം. നമുക്ക് ഇതിലേക്ക് ചെന്നയും കൂടി ആഡ് ചെയ്ത് വയ്ക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിന് നമുക്കൊരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, മസാലയൊക്കെ പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ മാവും കടലയും രണ്ടായി പോവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ലേശം ചാറ്റ് മസാല, പൊടിക്ക് ഉപ്പ്, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.